എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. എടവണ്ണ പഞ്ചായത്തിലെ LDF കോട്ടയായ പാലപ്പറ്റയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ UDF രംഗത്തിറക്കിയത് ബീന പ്രമോദിനിയാണ്. ഓരോ വീടുകളും കയറിയിറങ്ങി വോട്ട് തേടുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. കുടാടയാളത്തിലാണ് സ്ഥാനാർത്ഥി വോട്ട് തേടുന്നത്. ഞാൻ ബീന, എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് പാലപ്പറ്റയിൽ നിന്നും UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ ചിഹ്നമായ കൊട അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യും. പിന്നെ സ്ഥാനാർത്ഥിയായി നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള കുറച്ച് കുട്ടികൾ എന്നോട് ആദ്യം തന്നെ പറഞ്ഞത് ഞങ്ങൾക്ക് ഗ്രൗണ്ട് ശരിയാക്കി തരണം എന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ അതന്നെ ആയിരിക്കും ഫസ്റ്റായി ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ വീടുകൾ, റോഡ്, ലൈറ്റ്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, കുറേ ആൾക്കാർക്ക് വീട് അതിന് അർഹതപ്പെട്ടവർക്കൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഒരു അമ്മയൊക്കെ കരയാണ്. ഞങ്ങൾ വോട്ട് വയ്ക്കാൻ ചെല്ലുമ്പോൾ ഇവരെ പരാതികൾ മാത്രമേ ഉള്ളൂ കേൾക്കുന്നത്. അപ്പോൾ കുറേ വർഷമായിട്ട് ഇവളിങ്ങനെ തുടർഭരണമായിട്ടായിരിക്കും എന്നുള്ളൊരു തന്നെയാണ് ഞങ്ങൾക്ക്. ഒരു തീരെ നോക്കുന്നില്ല. ഓർക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ളൊരു അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഈ ലാസ്റ്റ് ഒരു വർഷത്തിൽ ഒരു വോട്ടിൻ്റെ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഈ ജയിച്ചു കഴിഞ്ഞാൽ ഏതൊരാളെടുത്തുള്ള ഇത് നോക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് കൊടുക്കും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബീന പ്രമോദിനെ, നാം അറിയുന്നതിന് മുമ്പ് നമ്മെ അറിയുന്ന ബീന പ്രമോദിനെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ബീന പ്രമോദിൻ്റെ ചിഹ്നമായ കുടയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. UDFന് പാലപ്പറ്റയിലെ വാർഡിലെ UDFന് പറയാനുള്ളത്, ബീന പ്രമോദ് വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റും. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത്, നാട്ടുകാരോട് ചോദിക്കുന്നത് വികസനത്തിനൊരു വോട്ട്. അത് എങ്ങനത്തെ വികസനം? ഈ നാട്ടിലെ ഒരു 3-4 ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം കൊടുക്കുന്ന ഒരു വികസനമല്ല. ഈ നാട്ടിലെ എല്ലാവർക്കും വികസനം എല്ലാവരിലേക്കും എത്തണം. അതാണ് വികസനം. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറനാടിൻ്റെ കന്നി MLA ആയി ബഹുമാന്യനായ PK ബഷീർ സാഹിബ് അവറുകൾ ഈ 10-15 വർഷത്തിനുള്ളിൽ പാലപ്പറ്റ വാർഡിൽ 1,50,00,000 രൂപയുടെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പ്രത്യേകം പറയുന്നൊരു, ഈ നാട്ടിലെ ദീർഘകാലം ബ്രാഞ്ച് സെക്രട്ടറി, ഇപ്പോഴത്തെ മെമ്പറുമായ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് മുനീർ, അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലൂടെ പോകുന്ന റോഡ് 25 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വെച്ചതാണ്. ഇതുപോലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പാലപ്പറ്റ സ്കൂളിലേക്ക് ഏറ്റവും മുന്നേറ്റം പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറനാട് മണ്ഡലത്തിലെ എല്ലാ LP UP സ്കൂളിലേക്കും ഫണ്ട് വെച്ചപ്പോൾ ബഹുമാന്യനായ ഏറനാടിൻ്റെ MLA പാലപ്പറ്റയിലെ സ്കൂളിലേക്ക് 7 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് അതിൻ്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നത്, ഈ നാട്ടിലെ ഇപ്പോൾ മുൻകാലത്തെ മെമ്പർ സുമ ചേച്ചിയുടെ വീടിനകത്ത് പോകുന്ന റോഡ് 5 ലക്ഷം രൂപ പാസ്സാക്കിയത് PK ബഷീർ MLA ആണ്. അതുപോലെ തന്നെ അങ്കലവാടി റോഡിന് ആദ്യമായിട്ട് ഫണ്ട് വെച്ചത് 1 ലക്ഷം രൂപ വെച്ചത് PK ബഷീർ MLA ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ബഹുമാന്യനായ അഹമ്മദ് കുട്ടിക്കാക്ക ബ്ലോക്ക് മെമ്പറായപ്പോൾ, അരീക്കോട് ബ്ലോക്ക് മെമ്പറായപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് ഈ മഞ്ചേരിക്കുത്ത് കോളനിക്കുള്ളൊരു
കുടിവെള്ള പദ്ധതി. ഇത്രയും കാലം ഇവർ ഭരിച്ചിട്ടും അങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി അവിടെ എത്തിയിട്ടില്ല. 14 ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. അതിന്റെ സ്ഥലം എടുത്തതും ബഹുമാനീയനായ കോയാക്കിയാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാലപ്പറ്റ അങ്ങാടിയിൽ ഒരു ഹൈമാസ് ലൈറ്റ് വെച്ചതും ബ്ലോക്ക് മെമ്പർ അഹമ്മദ് കുട്ടിക്ക് അന്നാണ് 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ട് അത് വെച്ചത്. ഇതുപോലെ ഞങ്ങൾ പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥി പറഞ്ഞു ഇവിടെ കുട്ടികൾ പറയുന്നത് അവർക്ക് ഒരു ഗ്രൗണ്ട് വേണമെന്ന്. ഇപ്പൊ പറഞ്ഞത് ഒരു 8 മാസം മുമ്പ് ഞങ്ങളൊരു ഫ്ലെക്സ് കണ്ടു, 26 ലക്ഷം രൂപ ഗ്രൗണ്ടിന് വകയിരുത്തി എന്ന് പറഞ്ഞിട്ട്. ഇന്ന് വരെ അതിന്റെ ഒരു പേപ്പർ പോലും പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ യു ഡി എഫിന്റെ മെമ്പർ സുജാത സുന്ദരൻ, അദ്ദേഹത്തിന്റെ വാർഡായ 19-ാം വാർഡിൽ ഞാനടക്കമുള്ള കരീമക്കടക്കമുള്ള ചെയർമാൻമാരും കൺവീനറുമായിട്ടുള്ള കമ്മിറ്റി അവിടെ സ്ഥലം കണ്ടെത്തുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയും 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അതിന് വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പൊള്ളയായ വികസനങ്ങളല്ല പറയുന്നത്. ഞങ്ങളിപ്പോഴും പറയുന്നു ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഞങ്ങളെ കൂടെ എന്തിനും ഈ നാടിന്റെ വികസനത്തിന്, വിവേചനമില്ലാത്ത വികസനത്തിന് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് ബഹുമാനീയനായ ഏറനാടിന്റെ MLA PK ബഷീർ സാഹിബ് അവർ. അദ്ദേഹവും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാത്തിനും ഞങ്ങളോട് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബീന പ്രമോദിനെ നിങ്ങളൊന്ന് വിജയിപ്പിച്ചു തരികയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഈ പാലപ്പറ്റയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കും. ഇത് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ചെവിടിക്കുഴി തെക്കുംപുറം മൂലങ്കോട് റോഡ്, അവിടുത്തെ ചിരകാല സ്വപ്നമാണത്. എത്ര കാലമായിട്ട് ഇവർ ഭരിച്ചിട്ടും അവർ എത്ര കാലമായിട്ട് പറഞ്ഞിട്ടും ഇതുവരെ നടക്കാത്തത്. അന്നൊക്കെ അവർ പറഞ്ഞത് പഞ്ചായത്ത് നമുക്കില്ലല്ലോ, UDFന്റെ അടുത്തല്ലേ, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇപ്പൊ 5 വർഷം കേരള ഭരണവും 5 വർഷം എടവണ്ണ പഞ്ചായത്തിന്റെ ഭരണവും അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥി ബീന പ്രമോദ് ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട്, അത് കൃത്യമായിട്ട് പറയാം, 6 മാസം കൊണ്ട് ഈ നാട്ടിലെ എല്ലാ റോഡുകളും ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യും. അതിൽ ഞങ്ങൾ മുഖ്യ പരിഗണന കൊടുക്കുന്നത് ചെവിടിക്കുഴി തെക്കുംപുറം മൂലങ്കോട് റോഡിനാണ്. ഇങ്ങനെ എല്ലാ ഒരുപാട് വികസന പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കാൻ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബീന പ്രമോദിനെ വിജയിപ്പിച്ച് നിങ്ങൾ പഞ്ചായത്തിലേക്ക് അയക്കണം. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്ക് ഞങ്ങൾ നിറവേറ്റും. നിങ്ങൾ ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ഒന്ന് വിജയിപ്പിച്ച് തന്നാൽ. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ.